ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ബൈബിൾ ബുക്സിലൂടെയുള്ളതായ ഈ യാത്രാ പരമ്പരയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ലെസൺ നമ്മൾ എടുത്തത് 47-ാമത്തെ ലെസണാണ്. അതായത് യോനയുടെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെടുത്തത് 47-ാമത്തെ ലെസൺ യോനയുടെ പുസ്തകമാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 48-ാമത്തെ ലെസണാണ്. അതായത് മീഖ പ്രവാചകൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ ഉള്ളതായ ഒരു പുസ്തകമാണ്. പലർക്കും തനിയെ ഇരുന്ന് പഠിക്കുവാൻ വളരെ താല്പര്യമില്ലാത്തതായ പുസ്തകങ്ങളാണ് ഈ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾക്കും പെട്ടെന്ന് അതിൻ്റെ ലെസൺസ് ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് പ്രയാസമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾക്കും ഈ പ്രവാചകന്മാരെയൊക്കെ അയക്കുന്നതായ ആ സമയങ്ങളിൽ അവർക്കും ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. അവരത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ വചനമാണ് ഈ പ്രവാചകന്മാരിൽ കൂടെ ദൈവം അരുളി ചെയ്തത് എന്ന് അവരുടെ കാലത്ത് തന്നെ ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ പ്രത്യേകത അല്ലെങ്കിൽ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഇന്നും ഈ ദൈവവചനം പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതായ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ അന്ന് അവരുടെ തലമുറകളിൽ സംഭവിച്ചു. എന്നാൽ ഇന്ന് ഈ തലമുറയിൽ താമസിക്കുന്ന നമ്മൾക്കും ദൈവത്തിൻ്റെ വചനമായിട്ട് അത് വന്നതിനാൽ നമ്മുടെ വിടുതലിന്, നമ്മളുടെ ഡെലിവറൻസിന്, നമ്മളുടെ പ്രത്യാശയെ പുതുക്കുന്നതിന് ഈ ദൈവവചനങ്ങൾ വളരെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മീഖ പ്രവാചകനെക്കുറിച്ച് മിക്ക പേർക്കും വളരെ അറിവ് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രവാചകൻ ഏത് കാലത്താണ് പ്രവചിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഈ കലണ്ടർ ഒക്കെ മറ്റ് രൂപത്തിലായിരുന്നതിനാൽ പ്രത്യേകിച്ച് പറയുന്നത് ഏത് രാജാക്കന്മാർ ഭരിച്ചിരുന്നതായ കാലത്താണ് അവർ പ്രവചിച്ചത് എന്ന് നമ്മൾക്ക് അറിയുമ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് മറ്റ് പ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് മുൻപും പിൻപും ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ആരൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏത് കാലത്താണ്, ഏത് സാഹചര്യത്തിലാണ് അവർ പ്രവചിച്ചത് എന്നുള്ളതായ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏത് പശ്ചാത്തലത്തിലാണ് ഈ പ്രവാചകൻ ജനത്തോട് സംസാരിച്ചത്. ഓരോ പ്രവാചകന്മാരും ഓരോരോ വിഷയങ്ങളോടനുബന്ധിച്ച് ആ ഓരോ നിലയിലുള്ളതായ പാപം ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ദൈവം അരുളി ചെയ്യുന്നതനുസരിച്ച് ജനത്തോട് പ്രവചിച്ചതായ പ്രവാചകന്മാരാണ് ഓരോ പ്രവാചകന്മാരുടെയും പുസ്തകത്തിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഈ പുസ്തകത്തിലെ വിഷയക്രമങ്ങൾ എന്തൊക്കെയാണ്, പ്രധാന വിഷയങ്ങൾ, അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇന്ന് ജീവിക്കുന്നതായ നമുക്ക് ഇന്ന് ഇതിനകത്തെ ലൈഫ് ലെസൺസ് എന്താണ്, നമ്മളോട് ഈ വചനം എന്ത് സംസാരിക്കുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഏതാനും ചുരുക്കം മിനിറ്റുകൾക്കുള്ളിൽ. കേവലം 7 അധ്യായങ്ങൾ മാത്രമുള്ളതായ ഒരു ചെറിയ പുസ്തകമാണ് ഈ മീഖായുടെ പുസ്തകം എന്ന് പറയുന്നത്. ഇതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം തന്നെ, 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഏത് കാലത്ത് ജീവിച്ചിരുന്നു എന്ന് നോക്കുമ്പോൾ യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നതായ ഒരു പ്രവാചകനാണ് ഈ മീഖ പ്രവാചകൻ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നീട് പറയുന്നത് മോരസ്ഥ്യനായ മീഖയ്ക്ക് ഉണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു. അപ്പോൾ ശമരിയ എന്ന് പറയുന്നത് ഇസ്രായേൽ
രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ നോർത്ത് ഭാഗത്തുണ്ടായിരുന്നായ ആ സ്ഥലത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ശമരിയ. അവിടെയായിരുന്നു വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നത്. അവിടെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരൊക്കെ കടന്നു വരികയും കച്ചവട കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തതിനാൽ വളരെ ഒരു ബിസിനസ് സെൻ്ററായിരുന്നു ആ ശമരിയയെക്കുറിച്ചും. അതുപോലെ തന്നെ ഇസ്രായേൽ വിഭാഗിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ താഴെയുണ്ടായിരുന്നതായ യഹൂദയുടെ ക്യാപിറ്റലായിരുന്ന യെരുശലേമിനെക്കുറിച്ചും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളെക്കുറിച്ചും പ്രവചിച്ചതായ ഒരു പ്രവാചകനാണ് ഈ മീഖ പ്രവാചകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യെരുശലേമിന് സമീപം യഹൂദ്യയിൽ മോരസ്ത്യനായ മീഖയ്ക്ക് ഉണ്ടായ അരുളപ്പാട് എന്ന് പറയുമ്പോൾ, മോരസ്ത്യ എന്ന് പറയുന്ന സ്ഥലം യെരുശലേമിന് അടുത്തുള്ളതായ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് താൻ ജനിച്ചത്. എന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കാലത്ത് തന്നെയാണ് ഈ യെശയ്യാവും പ്രവാചകനായിട്ട് സേവനം ചെയ്തിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുമ്പോൾ കൊട്ടാരത്തിൽ, യഹൂദയിലെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തതിനാൽ ആ രീതിയിലുള്ളതായ പ്രവചനമാണ് താൻ നിവർത്തിച്ചത്. എന്നാൽ മോരസ്ത്യനായ ഈ മീഖ എന്ന് പറയുന്നത് പട്ടണങ്ങളിൽ നിന്നും കുറേ അകന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഒക്കെ താമസിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ട് ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിച്ചപ്പോൾ ആ കാര്യങ്ങൾ ജനത്തോടും അതുപോലെ തന്നെ അവിടുത്തെ ലീഡേഴ്സിനോടും പറയുന്നതായ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് ഈ പ്രവചനത്തിൽ പ്രധാനമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓരോ അധ്യായമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 1:7 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും, വേശ്യ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ഇസ്രായേൽ ജനം ഇവിടെ നമ്മൾക്ക് കാണുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതായ ആലയം എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് പല തരത്തിലുള്ളതായ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അത് ദൈവം എങ്ങനെയാണ് കാണുന്നത്, ദൈവത്തിന് യാതൊരുവിധമായ പ്രസാദവും അവരുടെ പ്രവർത്തനങ്ങളിലോ അവരുടെ ആരാധനയിലോ ഈ ദൈവ ആലയത്തിലേക്ക് പോകുന്നതിലോ അതിനോടനുബന്ധിച്ച് ചെയ്യുന്നതായ ആ സെറിമോണിയൽ ആക്ടിവിറ്റീസിനോടോ താല്പര്യം കാണിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും, വേശ്യ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്. അപ്പോൾ ഈ ശമര്യയിലുള്ളതായ ആലയങ്ങൾ, അതുപോലെ തന്നെ യെരുശലേമിലുള്ളതായ ആലയങ്ങൾ, അവിടെയൊക്കെ ഈ കാലങ്ങൾ ആയപ്പോഴേക്കും രാജാക്കന്മാർ അവരുടെ രീതിയിലുള്ളതായ ബിംബങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചു, ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബിംബങ്ങളെ ഉണ്ടാക്കുമ്പോൾ അവിടെ ദൈവത്തിന് പ്രസാദമില്ലാത്തതായ ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് പറയുന്നത് വേശ്യ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത് എന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നത്. ഇവിടെ പാപപൂർണമായ ഒരു രാജ്യത്തെയാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് 1:16 വാക്യം നമ്മൾ വേഗം പോവുകയാണ്. എല്ലാ വാക്യങ്ങളും നമ്മൾക്ക് ഇങ്ങനെ വായിക്കുന്നതിന് സമയമില്ല. അതുകൊണ്ട് 1:16 വാക്യത്തിൽ പറയുന്നത്: അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ എന്നാണ്. ഇസ്രായേലും യഹൂദയും അസീരിയക്കാരും അതുപോലെ തന്നെ ബാബിലോൺകാരും വന്ന് അവരെ പിടിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് പോയതായ കാര്യം ഈ പ്രവാചകൻ മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതാണ് പ്രവചനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ ഈ കാര്യങ്ങൾ അവിടെ നേരത്തെ തന്നെ വിളിച്ച് പറയുന്നതായ ഭാഗമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. നിങ്ങളുടെ ഈ പാപപ്രവർത്തനം മൂലം ഈ സ്ഥലത്ത് നിന്നും നിങ്ങളെ
അസീരിയൻസും അതുപോലെ തന്നെ ബാബിലോണിയൻസും വന്ന് പിടിച്ചു കൊണ്ടുപോകും, പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. ഈ പ്രവാസത്തിലേക്ക് പോകുന്നതായ കാഴ്ച ഇതാ ഈ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ തന്നെ പ്രവാചകൻ തൻ്റെ പ്രവചന ദൃഷ്ടിയിൽ കാണുകയാണ്. ഇനിയും 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ് എന്നാണ്. നമ്മൾക്ക് ഈ പാപങ്ങളുടെ പട്ടിക നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഒരു ജഡ്ജാണ്. ദൈവം എപ്പോഴും ഒരു ന്യായാധിപനാണ്. ദൈവം നീതി എവിടെയുണ്ടോ അത് നീതിയെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്തു അതിനുവേണ്ടി നിൽക്കുന്നവനാണ്. നീതിയുള്ള ന്യായാധിപനാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, അങ്ങനെയുള്ളതായ നീതിയുള്ള ന്യായാധിപൻ എങ്ങനെയാണ് പാപികളായ നമ്മളെ രക്ഷിക്കുന്നത് എന്ന്. എന്നാൽ കാൽവറി ക്രൂശിൽ ദൈവത്തിൻ്റെ നീതിയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ കൃപയും കരുണയും കൂടെ ഒന്നിച്ച് ചേർന്നപ്പോൾ ആ പാപത്തിൻ്റെ വില യേശുവിൻ്റെ ശരീരത്തിൽ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ നമ്മളെ രക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിച്ചുകൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം കാൽവറിയിൽ നമ്മൾക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ചാപ്റ്റർ 2-ൽ പറയുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ്, നീതിക്ക് എതിരായി ദൈവത്തിൻ്റെ ജനം പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് 2-ന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നു, അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു. അവർ ആ രാജാക്കന്മാരുടെ കാലത്ത് അവർ വളരെ സാമ്പത്തികമായി വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. എങ്കിൽ തന്നെയും അവർക്കുള്ളത് പോരാതെ വീണ്ടും വീണ്ടും വയലുകളെ പിടിച്ചു പറിക്കുന്നതായ അനുഭവമാണ് ഇവിടെ നമ്മൾക്ക് പ്രവാചകനിൽ കൂടെ ദൈവം പറയുന്നതായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. അതായത് അവർ വയലുകളെ മോഹിക്കുന്നു, അത് പിടിച്ചു പറിക്കുന്നു. പിടിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളതായ തക്കതായ പ്രതിഫലം കൊടുക്കാതെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും അത് അപഹരിച്ചെടുക്കുക എന്നുള്ളതാണ്. ബലം പ്രയോഗിച്ച് ഇങ്ങെടുക്കുക, അധികാരം പ്രയോഗിച്ച് എടുക്കുക. അന്നത്തെ അധികാരികളും അതുപോലെ തന്നെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ആണ് ചെയ്തിരുന്നത്. അതിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല എന്ന് ആണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യരെ, പ്രത്യേകിച്ച് പാവങ്ങളെ, അവരോട് ഫൈറ്റ് ചെയ്യുവാൻ ബലമില്ലാത്തവരെ ഒക്കെ പീഡിപ്പിക്കുന്നതായ അവസ്ഥയാണ് ഈ സമയത്ത് പ്രവാചകനിൽ കൂടെ ദൈവം അവരോട് പറയുന്നത്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ വംശത്തിൻ്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ 8-ാമത്തെ വാക്യം 2-ാം അധ്യായത്തിലെ നമ്മൾ വായിക്കുമ്പോൾ, മുമ്പേ തന്നെ എഴുന്നേറ്റ് ജനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു, യുദ്ധവീരന്മാരായി നിർഭയരായി കടന്നു പോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചെടുക്കുന്നു. ബലമായിട്ട് ഇത് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്നും ഇറക്കിക്കളയുന്നു. അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എൻ്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ചു കളയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതായ സോഷ്യൽ ഇൻജസ്റ്റിസ് നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ കാര്യങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. യാക്കോബിനോടും അബ്രാഹാമിനോടും ചെയ്തതായ ഒരു നിയമമുണ്ട്. അതിൽ നിന്ന് മാറുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? ഇവിടെ 12-ാമത്തെ വാക്യം 2-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും, ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും.
എല്ലായ്പ്പോഴും ദൈവം ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കുന്ന കർത്താവാണ്. ഏത് തലമുറയിലും ഒരു ശേഷിപ്പിനെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായ ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ്. യാക്കോബിനോടും അബ്രഹാമിനോടും ഒക്കെ ഉള്ളതായ വിശ്വസ്തതയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതിന്. അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നോഹയുടെ കാലത്ത് വലിയ ജനപ്പെരുപ്പമുള്ളതായ കാലമായിരുന്നു. ഒരു കുടുംബത്തെ മാത്രം ദൈവം സൂക്ഷിച്ചു, ഒരു ശേഷിപ്പിനെ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്നവർ, അവരെയാണ് ദൈവം സൂക്ഷിക്കുന്നത്, അവരെയാണ് ദൈവം കാത്തുപാലിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത്. എന്നാൽ മറ്റൊരു പഠിപ്പീരുണ്ട്. ഈ ദൈവം കരുണയുള്ളവനാണ്, അവൻ മജോറിറ്റി ആൾക്കാരെ എങ്ങനെയാണ് ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതായ ഒരു ചോദ്യം ഇവിടെ നമ്മൾക്ക് ഇവിടെയും കാണുന്നു. അവനൊരു ശേഷിപ്പിനെ സൂക്ഷിക്കും. ഏത് കാലത്തും ഒരു ശേഷിപ്പ് മാത്രമേ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നതിനായിട്ടുള്ളൂ. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ് നോഹയുടെ കാലം. പെട്ടകത്തിൽ കയറിയവർ, ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചവർ, അവർ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും ന്യായവിധിയിൽപ്പെട്ടതുപോലെ കർത്താവിൻ്റെ വരവിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുങ്ങിയിരിക്കുന്ന കന്യകമാരെ ചേർക്കുവാൻ, ഒരു ശേഷിപ്പിനെ ചേർക്കുവാൻ കർത്താവ് വരും. ബാക്കിയുള്ളവർ തള്ളപ്പെടും എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും ഈ ശേഷിപ്പായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായ കാര്യമാണ്. പല വർഷങ്ങൾ നടന്നതായ സംഭവങ്ങളുടെയൊക്കെ മധ്യത്തിൽ ഈ ഇസ്രായേൽ ജനം പലയിടത്തായിട്ട് ചിതറിപ്പോയി. അവരുടെ വംശത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുമെന്ന് വേൾഡ് ലീഡേഴ്സും രാജാക്കന്മാരും ഒക്കെ ശപഥം ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ തന്നെയും ഒരു ശേഷിപ്പിനെ കർത്താവ് സൂക്ഷിച്ചു. 1947 വീണ്ടും ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിച്ച് അവിടെ അവർ വളരെ പ്രബലരായി വർദ്ധിച്ചു വരുന്നതായ ചരിത്രം നമ്മൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തും നമ്മൾ കണ്ടും കേട്ടും കൊണ്ട് ഇരിക്കുകയാണല്ലോ. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾക്ക് കാണുന്നത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന അല്ലാതെ അവരുടെ ആലോചന ജനങ്ങൾക്ക് വിളിച്ചു പറയുകയും അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഈ പ്രവാചകന്മാരൊക്കെ പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി അവരുടെ മനസ്സിൽ തോന്നുന്നതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്നതായ പ്രവാചകന്മാർ, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെ, വ്യാജ ദർശനം പറയുന്നതായ പ്രവാചകന്മാരെ ദൈവം ശിക്ഷിക്കും എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകും എന്നാണ് ഇവിടെ അവരെക്കുറിച്ച് പറയുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ രാജാവിൻ്റെ ചരിത്രം അറിയാം. അവൻ ദൈവത്തിൽ നിന്ന് ദർശനമൊക്കെ ഉള്ളവനായിരുന്നു, അഭിഷേകമൊക്കെ ഉള്ളവനായിരുന്നു. എന്നാൽ ജീവിതത്തിൽ സ്ഥാനവും മാനവും അധികാരവും ഒക്കെ ലഭിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നിന്നും അവൻ അനുസരണം കെട്ടവനായിട്ട് ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്നതായ അവസ്ഥ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിഷക്തനായ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി അവൻ്റെ രാജ്യ സംരക്ഷണം എന്നുള്ളതായ അവൻ്റെ ഉത്തരവാദിത്വം മറന്നിട്ട് കാടുകളിലേക്കും മലകളിലേക്കും ദാവീദിനെ കൊല്ലുന്നതായ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നതായ ആ ശൗലിനെ നമ്മൾക്ക് കാണാം. എന്നാൽ ഒടുവിൽ അവൻ്റെ അന്ത്യം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്നും യാതൊരുവിധമായ ദർശനമോ ദൈവത്തിൽ നിന്ന് യാതൊരുവിധമായ ആലോചനയോ അവന് ലഭിക്കുന്നില്ല. യുദ്ധത്തിന് പോകണമോ, മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവന് അങ്ങനെ ദൈവിക ആലോചന അവിടെ ഇല്ലാതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ ഈ പറയുന്നത് പോലെയുള്ളതായ സമയമാണ് അവൻ്റെ ജീവിതത്തിലുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ലക്ഷണം പറയുന്നതായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് അവൻ പോയി. അവൻ്റെ ലക്ഷ്യം തെറ്റിപ്പോയതായിട്ട് കാണുന്നു. ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകും.
ശൗലിൻ്റെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ ഈ അവസ്ഥ നമ്മൾക്ക് തെളിവായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കള്ളപ്രവചകന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാതെ അവരുടെ ഇഷ്ടം പോലെ പണത്തിനും ലാഭത്തിനും വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ദർശനം നഷ്ടപ്പെട്ടതായ ലീഡേഴ്സിനെ നോക്കിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. 3-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ മറ്റൊരു കൂട്ടരെ പ്രത്യേക പേരെടുത്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ പറയുന്നത് 3:1, എന്നാൽ ഞാൻ പറഞ്ഞത് യാക്കോബിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അധിപന്മാരുമായുള്ളവരെ കേൾപ്പീൻ. അധികാരം കൈവശമാക്കിക്കൊണ്ടിരിക്കുന്നതായ അധികാരികളും തലവന്മാരും ബലമുള്ളവരും കഴിവുള്ളവരുമൊക്കെ ന്യായം പ്രവർത്തിക്കാതെ അന്യായം ചെയ്യുന്നതായ ഒരു കാലം. ആ സമയത്താണ് മീഖ പ്രവാചകനെ അവരുടെ ഇടയിലേക്ക് അയച്ചിട്ട്, നിങ്ങളുടെ ഈ പാപത്തിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുവാനായിട്ട് പോകുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ഇത് വേഗം സംഭവിക്കുവാൻ പോകുന്നു എന്ന് പറയുകയും പുറകാലെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ അധികാരികളോടും അധിപന്മാരോടും തലവന്മാരോടുമൊക്കെ അവർ ചെയ്യുന്നതായ സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ച് പറയുവാൻ വളരെ പ്രയാസമാണ്. ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും മുഖസ്തുതി പറയുന്നവരോടാണ് ജനങ്ങൾക്ക് ഇഷ്ടം, തലവന്മാർക്ക് ഇഷ്ടം, അധികാരികൾക്ക് ഇഷ്ടം. എന്നാൽ ഇവിടെ ഈ പ്രവാചകൻ, ഈ മീഖ പ്രവാചകൻ്റെ ജീവിതാനുഭവം എങ്ങനെയാണ് എന്നെഴുതിയിരിക്കുന്നു. അവൻ എഴുതിയിരിക്കുന്ന 8-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന മോരസ്ഥ്യനായ ഈ മീഖ പറയുകയാണ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ തലവന്മാരോടൊക്കെ പറയണമെങ്കിൽ കുറേ ധൈര്യം വേണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം. അങ്ങനെ അതിനാൽ നിറഞ്ഞ് ആ വീര്യത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നാണ് പ്രവാചകൻ ഇവിടെ തൻ്റെ അനുഭവമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്തും സുവിശേഷം അറിയിക്കുമ്പോൾ പലപ്പോഴും വളരെ ലളിതമായിട്ട് എന്ന് പറഞ്ഞാൽ കളിവാക്കായിട്ട് അല്ലെങ്കിൽ സീരിയസ്നെസ് ഇല്ലാതെ ദൈവത്തിൻ്റെ വചനം അതുപോലെ പറയാതെ മറ്റ് രീതിയിലാക്കിക്കൊണ്ട് ഒക്കെ പറയുന്നതായ അനേകം ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം ദൈവം പറയുന്നത് പോലെ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ പ്രസംഗിക്കണം. ദൈവത്തിൻ്റെ വചനം അതുപോലെ നമ്മൾ അനുസരിക്കണം, അതിൻ പ്രകാരം ജീവിക്കണം. അതിന് എന്തു വേണം? ഈ പ്രവാചകനെ പോലെ യഹോവയുടെ ആത്മാവിനാലുള്ള ശക്തി പ്രാപിക്കണം. അതുപോലെ ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കണം. ആത്മാവിനാൽ നിറഞ്ഞിരുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം അതുപോലെ നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരുശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. ന്യായാധിപന്മാരെന്ന് പറയുമ്പോൾ ജഡ്ജസാണ്. കോടതിയിലേക്ക് കടന്നു ചെന്നാൽ, ഒരു കേസും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പണമുള്ളവരുടെ സമ്മാനം വാങ്ങിക്കൊണ്ട് ന്യായം നടത്താതെ നിൽക്കുന്നതായ ന്യായാധിപന്മാരെ ദൈവം വിധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ ഇൻജസ്റ്റിസാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് അധികമായിട്ട് ഉള്ളതായ കൂലി വാങ്ങുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ള കാര്യമല്ല. അന്നത്തെ കാലത്ത് പുരോഹിതന്മാർക്ക് എല്ലാ ഗോത്രത്തിൽ നിന്നും അവരുടെ ദശാംശം കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് മറ്റുള്ളവരെക്കാൾ അധികമായ നന്മകൾ ലഭിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ളതായ ക്രമീകരണമാണ് ദൈവം പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് ചെയ്തു കൊടുത്തിരുന്നത്.
എന്നാൽ ഇന്നത്തെ മോഡേൺ ചർച്ചസൊക്കെ നമ്മൾക്ക് കാണുന്നത് അവർക്ക് അവിടെയൊക്കെ നല്ല വിശ്വാസികളും നല്ല വരുമാനമുള്ള ചർച്ചാണെങ്കിൽ അവർക്ക് ആവശ്യമായ ശമ്പളമൊക്കെ കൊടുക്കുന്നതായ പുരോഹിതന്മാരെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് കാണുന്നത്. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെയല്ലായിരുന്നു. അവർക്ക് ഭൂമിയും അവകാശവും ഒക്കെ അവർക്ക് ഇല്ലായിരുന്നു. അതിൽ പണിയുന്നതിന് പകരമായിട്ട് ആലയത്തിൽ അവർ പണി ചെയ്യണം, അവരുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ നിർവഹിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ നിയമം എന്ന് നമുക്ക് പ്രത്യേക ലേവ്യ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടുത്തെ ആരാധനാക്രമങ്ങൾ ഒക്കെ ഈ ദൈവത്തിൻ്റെ ഉപദേശം അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കുന്നവർക്ക് നല്ല ഉപദേശം, അവരുടെ സൈഡ് പിടിച്ചുകൊണ്ടുള്ളതായ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ താങ്ങി നിർത്തുകയും മറ്റുള്ളവരെ പുറന്തള്ളുകയും ചെയ്യുന്നതായ ആ പതിവ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും എല്ലാ കാലത്തും അതുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയത്ത് പ്രവാചകൻ ഇത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമ്മൾക്ക് വരികയില്ല എന്ന് പറയുന്നു. അപ്പോൾ അന്നത്തെ ആ പ്രവാചകന്മാരൊക്കെ കൂലി വാങ്ങിക്കൊണ്ട് അവരോട് ലക്ഷണം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചനയല്ല, അവരിങ്ങനെ ലക്ഷണം നോക്കി സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ബുദ്ധിയിൽ കൂടെ പറയുന്നതായ ഒരു പദ്ധതിയാണ് ഇവിടെ ആ കാലത്ത് ആ ദേവാലയങ്ങളോട് ചേർന്ന് ഉണ്ടായിരുന്നതായ കാര്യം എന്ന് കാണുന്നു. കൂടാതെ ഇങ്ങനെ ഈ മീഖ പ്രവാചകൻ പറയുകയാണ്, ഈ സോഷ്യൽ ഇൻജസ്റ്റിസൊക്കെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്, ദൈവം ഇത് കാണുന്നുണ്ട്, ന്യായാധിപനാണ്, അവൻ ന്യായം വിധിക്കും, നിങ്ങളെ ഈ പ്രവാസത്തിലേക്ക് ഇവിടെ നിന്ന് അയക്കും, ഈ രാജ്യമെല്ലാം നശിപ്പിക്കപ്പെടും, തീയിൽ ചുടപ്പെടും എന്നൊക്കെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ഈ അനർത്ഥമൊന്നും നമ്മൾക്ക് വരികയില്ല എന്ന് ആ മറ്റുള്ള പ്രവാചകന്മാർ പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആഹാബ് രാജാവിൻ്റെ സമയത്തൊക്കെ നമ്മൾക്ക് നല്ലവണ്ണം അറിയാവുന്നതായ ആ കഥ നമ്മൾക്കറിയാമല്ലോ. ഏലിയാവിൻ്റെ സമയത്ത് ഇസബേൽ 400 പ്രവാചകന്മാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു. അവർ ദൈവത്തിൻ്റെ ആലോചനയല്ല പറഞ്ഞിരുന്നത്, ഇസബേലിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവചിക്കുവാനും മറ്റുള്ളവരെ കൊല്ലുവാനും ഒക്കെ ഉള്ളതായ അധികാരം, അതിനുള്ളതായ മാർഗമായിട്ടാണ് ആ പ്രവാചകന്മാരെ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നത്, കൂലി കൊടുത്ത് നിർത്തിയിരുന്നത് എന്ന് നമ്മൾക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കും. അങ്ങനെയുള്ളതായ സംഭവങ്ങളാണ് ഇവിടെയും ഈ യെരുശലേമിലും ശമരിയയിലും ദേവാലയത്തോടനുബന്ധിച്ചുള്ളതായ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ടാണ് ദൈവത്തിൻ്റെ ആലോചന ഇവിടെ ഈ മീഖ പ്രവാചകൻ പറയുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും ചാപ്റ്റർ 4 നമ്മൾക്ക് കടന്നു വരാം. അവിടെ നമ്മൾക്ക് കാണുന്നത് എന്താണ്? അവിടെ 1-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അന്ത്യകാലത്ത് യഹോവയുടെ ആലയം ഉള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നാം യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേകമായ വാക്കാണ്. ഏതാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്? അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം എന്ന് പറയുമ്പോൾ, അന്ത്യകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാൽവറി ക്രൂശിൽ രക്ഷയെ തുറന്നു കാണിച്ചുകൊണ്ട് സകല ജാതികളെയും ക്രിസ്തുവിങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സകല ജാതികൾക്കും സുവിശേഷം ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കാലം, അത് നമ്മളുടെ ഇപ്പോഴത്തെ കാലമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ വന്നതായ ഈ സമയം മുതൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് മുതൽ അവൻ്റെ ഇനിയും മധ്യാകാശത്തുള്ള വരവ് വരെയുള്ളതായ സമയത്തെ നമുക്ക് അന്ത്യകാലം എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും എന്ന് പറയുമ്പോൾ
പഴയ നിയമത്തിൽ ജാതികൾക്കൊക്കെ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പ്രവേശനം അങ്ങനെ ഈസിയായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം. ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കണം, അവരെ സ്നാനപ്പെടുത്തണം, അവരെ ശിഷ്യരാക്കിക്കൊള്ളണം. ഈ അന്ത്യകാലത്താണ് ഈ അത്ഭുത പ്രവർത്തനം നടക്കുന്നത്. ജാതികൾ എല്ലാവരും ഈ ദൈവരാജ്യത്തിലേക്ക് ഒഴുകി വരണം. എന്നിട്ട് വേണം കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്. അതിനുശേഷമായിട്ടാണ് വീണ്ടും യഹൂദന്മാരോട് ഇടപെടുന്നതായ കാലം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സകല ജാതികളും ഇന്ന് ആ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇനിയും ചാപ്റ്റർ 5 നമ്മൾക്ക് കടന്നു വരാം. ചാപ്റ്റർ 5 രണ്ടാമത്തെ അധ്യായം 2 വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. നീയോ ബേത്ലഹേം എബ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഇവിടെ ഈ മീഖ പ്രവാചകൻ ഒരു പ്രത്യേകമായ പ്രവചനം ഇവിടെ നടത്തുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇസ്രായേലിൻ്റെ ന്യായാധിപതിയായവൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ന്യായം വിധിക്കുന്നവൻ, അധികാരമുള്ളവൻ, ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വരുന്നതായ കാര്യം നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. അന്ന് ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരും, ഇസ്രായേലിൻ്റെ ന്യായാധിപതിയായിട്ട് കടന്നു വരും എന്നുള്ളതായ കാര്യം എഴുതിയിരിക്കുന്നു. എന്നാൽ എവിടെ കടന്നു വരും, എവിടെ ജനിക്കും എന്നുള്ള കാര്യം കൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് യഹൂദന്മാർ അവനെ അടിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതായ കാഴ്ച കണ്ടതായ ഒരു പ്രവാചകനാണ് ഈ മീഖ പ്രവാചകൻ എന്ന് പറയുന്നത്. ആ ഒരു ദർശനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അടുത്തായിട്ട് പറയുന്നത്, നീയോ ബേത്ലഹേം എബ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇവിടെ ഈ മീഖ പ്രവാചകനാണ് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കും എന്ന് മുൻകൂട്ടി എഴുതിയിരിക്കുന്നതായ ഈ കാര്യം വളരെ ശ്രദ്ധേയമാണ്. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു മറ്റുള്ള ജാതികളുടെ രാജാക്കന്മാരെക്കാൾ വളരെ യുണീക്ക് ആയിട്ടുള്ളതായ ഒരു കർത്താവാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്. അവൻ്റെ ജനനത്തെക്കുറിച്ച് നേരത്തെ തന്നെ എഴുതിയിരുന്നു. എവിടെ ജനിക്കും എന്ന് എഴുതിയിരുന്നു, എന്ന് ജനിക്കും എന്ന് എഴുതിയിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ പേര് എന്തായിരിക്കും എന്ന് എഴുതിയിരുന്നു. അവൻ ആരായിത്തീരും, എങ്ങനെയൊക്കെ ചെയ്യും മുതലായ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ നേരത്തെ തന്നെ എഴുതി. അങ്ങനെ യുണീക്ക്നെസ് നമ്മൾക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു ജാതീയ ദൈവങ്ങൾക്കും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കാണുന്നില്ല. അവരെല്ലാവരും മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ ഈ യേശുവിൻ്റെ യുണീക്ക്നെസ് പലത് ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ ഈ പ്രവാചകൻ പറയുന്നത് അവൻ യെരുശലേമിൽ ജനിക്കും. അതുകൂടാതെ ഇസ്രായേൽ അവരുടെ ന്യായാധിപതിയായ ആ ന്യായാധിപതിയെ അവൻ്റെ ചെകിട്ടത്ത് വടികൊണ്ട് അടിക്കും. ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരത്തെ പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്ന ഭാഗം അതൊക്കെ നിവർത്തിച്ചത് നമ്മൾക്ക് വളരെ വിശദമായിട്ട് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുന്നത് ബേത്ലഹേം ഒരു ചെറിയ ഗ്രാമമാണ്. എന്നിട്ട് പറയുകയാണ്, നീയോ ബേത്ലഹേം എബ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അവൻ ഇസ്രായേലിൻ്റെ അധിപതിയാണ്. നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ അതെ, ഞാൻ അവരുടെ രാജാവാണ് എന്ന്
ധൈര്യത്തോടെ പറഞ്ഞതാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു. തുടർന്ന് എഴുതിയിരിക്കുന്നത്, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ചരിത്രത്തിൻ്റെ ഇടയിൽ നടന്നതല്ല, അത് പണ്ടേ ഉള്ളതാണ്, പുരാതനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകം സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ ലോകത്തിൻ്റെ സൃഷ്ടിതാവ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനു വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചത്. അവനവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ പണ്ടേ ഉള്ളവനായിരുന്നു. അല്ലാതെ ചിലരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഒരു ദൈവദൂതനോ ഒന്നും അല്ല യേശു ക്രിസ്തു. അതിനിടയിൽ ഒരു ദൈവപുത്രനായിട്ട് ഉണ്ടാക്കിയ ഒരു ആളല്ല യേശു ക്രിസ്തു. അതിനുവേണ്ടി അങ്ങനെ അയച്ചതല്ല. ത്രിയേക ദൈവമെന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ ട്രിനിറ്റി ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അതാത് സമയങ്ങളിൽ മനുഷ്യ വേഷം എടുത്തതായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു ഓഫീസാണ് ഈ സാൽവേഷൻ വർക്ക് എന്ന് പറയുന്നത്. അതാണ് മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മരണം വരിക്കുവാൻ വേണ്ടി. ദൈവമായിട്ട് വന്നാൽ മരണം വരിക്കുവാനായിട്ട് സാധ്യമല്ല. ആ പർപ്പസിന് വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് മനുഷ്യവേഷമെടുത്ത് മരണം വരിച്ച് നമ്മളുടെ മരണത്തെ അവൻ്റെ മേൽ വഹിച്ചുകൊണ്ട് നമ്മളെ ജീവനുള്ളവരാക്കി തീർത്തായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവും തന്നെയായിരുന്നു. ആദാമിൻ്റെയും ഔവയുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി ഈ കടന്നു വന്ന് നിൻ്റെ തലയെ തകർക്കും എന്നുള്ളതായ പ്രവചനം നമ്മൾക്കവിടെ കാണും. അന്നും യേശുക്രിസ്തു ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം യേശുക്രിസ്തു പലർക്കും പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ചില മെസ്സേജൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 6-ന്റെ 4-ാമത്തെ വാക്യം പറയുമ്പോൾ ദൈവം തന്നെ ആൻസർ പറയുകയാണ്. എന്തൊന്നിനാൽ ഞാൻ നിന്നെ മോഷിപ്പിച്ചു, എൻ്റെ നേരെ സാക്ഷീകരിക്കുക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിൻ്റെ മുമ്പിൽ അയച്ചു. ഈ ലീഡേഴ്സിനെയൊക്കെ അയക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ മോശയെ പ്രത്യേകമായ രീതിയിൽ അയച്ചു, അഹരോനെ പുരോഹിതനായിട്ട് ഇവിടെ നിയമിച്ചു. അതുപോലെ തന്നെ മിരിയാമിനെ ഒരു വർഷിപ്പ് ലീഡറായിട്ടും അവിടെ അയച്ച് മോശയൊക്കെ നദിയിൽ നിന്നും രക്ഷിക്കുവാനുള്ളതായ ധൈര്യവും ബുദ്ധിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇവരെ അയച്ചത്, ലീഡേഴ്സിനെ അയച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിൽ നിങ്ങൾ സന്തോഷിക്കണം എന്നാണ് പറയുന്നത്. ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം പലരെ നമ്മൾക്ക് വേണ്ടി അയക്കും. അന്ന് ഇസ്രായേലിന് വേണ്ടി മോശയെയും അഹരോനെയും മിരിയാമിനെയും അയച്ചതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് ദൈവം ഇവിടെ പറയുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളോട് ഈ വചനം എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഏത് രാജ്യത്ത് പാർത്താലും, ഏത് പട്ടണത്തിൽ പാർത്താലും, ഏത് ഗ്രാമത്തിൽ പാർത്താലും, അഥവാ ആരും തന്നെ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ളത് അവസരമില്ല എങ്കിൽ തന്നെയും ഒരു ഫോണിൽ കൂടെ ഉള്ളതായ മെസ്സേജ് ആയാലും ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുവാൻ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് നിന്നോടും എന്നോടും യഥാസമയം പറയുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ അയക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്തു നിന്നും നമ്മളുടെ ജീവിതാനുഭവമായിട്ട് എടുക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കാത്തതായ സമയങ്ങളിൽ ഓരോ രീതിയിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് മീഡിയയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു മെസ്സേജ് വഴിയൂടെ പോയതായ ഒരു ദൈവദാസൻ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കാം നിങ്ങളോട് പറയുന്നത്. അല്ല എങ്കിൽ ഒരു ബസ്സിൽ കയറുമ്പോഴോ, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു രോഗക്കിടക്കയിലോ ഹോസ്പിറ്റലിലോ ഭവനത്തിലോ ആയിരിക്കുമ്പോഴോ ദൈവം ഒരു ദൈവദാസനെ അവിടെ അയക്കുമ്പോൾ ഇതുപോലെ മോശയെയും അഹരോനെയും
മിരിയാമിനെയും ഒക്കെ അയച്ച് അടിമ വീട്ടിൽ നിന്നും ജനത്തെ വീണ്ടെടുത്തതുപോലെ നിന്നെയും എന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തക്ക സമയത്ത് അയക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് യേശു തന്നെ പറഞ്ഞതായ ഒരു ചരിത്രമുണ്ടല്ലോ, ഈ ധനവാനും ലാസറും. ഇതിൻ്റെ മുഴുവൻ കഥയൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ ആ സ്വർഗത്തിൽ ലാസർ ഇരിക്കുമ്പോൾ ധനവാൻ നരകത്തിൽ കിടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനായിട്ട് സാധ്യമല്ല. ഒരുവിധമായ സെറിമോണിയൽ ആക്ടിവിറ്റീസ് കൊണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതിന് സാധ്യമല്ല എന്നുള്ളതായ കാര്യം ആ അനുഭവത്തിൽ നിന്നും യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ധനവാനായ മനുഷ്യൻ ആ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് 5 സഹോദരന്മാരവിടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. നീ ഈ ലാസറിനെ അവിടേക്ക് അയച്ച് ആ ഒരു ഈ വിഷയം, ഇങ്ങനൊരു സ്വർഗമുണ്ട്, നരകമുണ്ട്, രക്ഷയുണ്ട്, അതുപോലെ തന്നെ ദൈവകോപമുണ്ട്, നരകമുണ്ട് എന്നുള്ളതായ കാര്യമൊക്കെ അവരോടൊന്ന് ഈ ലാസറിനെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറഞ്ഞതായ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് പറഞ്ഞത്? അവനെ ഇവിടെ നിന്നും, മരിച്ച ഒരാളെ ഇവിടെ നിന്നും വിട്ട് അയക്കുന്നത് ദൈവത്തിൻ്റെ ആ പ്ലാനിൽപ്പെട്ടതല്ല. അവനെ അങ്ങോട്ട് അയക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അവിടെ മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദൈവം ഇതുപോലെ ആക്കി വച്ചിട്ടുള്ളതായ ഉപദേശിമാർ, അല്ലെങ്കിൽ സുവിശേഷകന്മാർ, ദൈവവചനം പ്രസംഗിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, നമ്മളെ വിസിറ്റ് ചെയ്യുന്നതായ ആൾക്കാർ നമ്മളുടെ നെയ്ബർഹുഡിലും നമ്മളുടെ ഭവനത്തിലും നമ്മളുടെ മീഡിയകളിൽ കൂടെയും സംസാരിക്കുമ്പോൾ ജീവനുള്ള സമയത്ത് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ അവിടെ രക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 6-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? എന്നിട്ട് പറയുന്നതായ ഒരു സത്യമുണ്ട്. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ അനീതി ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ കുറ്റം മാറുവാൻ വേണ്ടി 1000 ആട്ടുകൊറ്റനെ കൊണ്ട് യാഗമർപ്പിക്കുകയും 10,000 തൈല നദി ഇങ്ങനെ കൊണ്ടുവന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നോക്കിയാൽ അതിൽ യഹോവ പ്രസാദിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ ഇല്ല എന്ന് പറഞ്ഞാൽ, സെറിമോണിയൽ ആക്ടിവിറ്റീസ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധ്യമാകയില്ല ഒരുത്തർക്കും. ഇന്ന് അനേകം ആൾക്കാർ എന്ന് പറഞ്ഞാൽ മജോറിറ്റി ആൾക്കാർ ഈ സെറിമോണിയൽ ആക്ടിവിറ്റീസിൽ താല്പര്യപ്പെട്ട് അതിൽ മയങ്ങിക്കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ളതായ പഠിപ്പിക്കലിൽ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ദൈവത്തെ അനുസരിക്കുകയും അതുപോലെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അവിടെ ഒരു ഇതിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ സെറിമോണിയൽ ആക്ടിവിറ്റീസായിട്ട് ചിലരൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്, ഇങ്ങനെ ഉള്ളതായ ദേവാലയത്തിൽ ദേവന്മാരെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യജാതന്മാരെ, മക്കളെയൊക്കെ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുന്നതായ സെറിമോണിയൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതൊന്നും രക്ഷയ്ക്ക് ഉതകുന്നതല്ല. നീ ദേഹത്തെ പീഡിപ്പിച്ചാലോ മക്കളെ പീഡിപ്പിച്ചാലോ മക്കളെ ഈ തീച്ചട്ടിയിൽ വെച്ച് ദേവന്മാർക്ക് കൊടുത്താലോ രക്ഷ വരികയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾക്ക് കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് കാണുന്നത് നമ്മുടെ സ്നേഹവാനായ ദൈവം തൻ്റെ ആദ്യജാതനായ യേശു ക്രിസ്തുവിനെ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി അയച്ചു. അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മാത്രം മതി, അതനുസരിച്ചാൽ മാത്രം മതി. അതിൽ കൂടെ ധൈര്യവും ബലവും
പരിശുദ്ധാത്മ ശക്തിയും തന്ന് അവൻ നമ്മെ നടത്തും എന്നുള്ളതാണ് പറയുന്നത്. 9 വാക്യം, 6:9, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഓരോ മനുഷ്യനോടും എന്നോടും നിന്നോടും പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് ഒരിക്കലും നിനക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഒരിക്കലും. യഹോവ നിന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തണം. താഴ്മ ഉണ്ട് ദൈവം പറയുന്നത് കേൾക്കും. താഴ്മയുണ്ട് എങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കും. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കും. താഴ്മയില്ല എങ്കിൽ അതെനിക്ക് ഉള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയും. അപ്പോൾ ഈ പുസ്തകത്തിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു വാക്യമാണ് ഇത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നെക്കുറിച്ച് ചോദിക്കുന്നത്? അപ്പോൾ ന്യായം പ്രവർത്തിക്കണമെന്നുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഈ അന്ന് തലവന്മാരുടെയും പുരോഹിതന്മാരുടെയും ഗോത്രത്തലവന്മാരുടെയൊക്കെ അന്യായങ്ങളെയൊക്കെ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരിക, താഴ്മയോടെ നടക്കുക, ന്യായം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അപകടം വരുന്നു, നിന്നെ പ്രവാസത്തിലേക്ക് പോകുന്ന സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം മീഖ പ്രവാചകൻ ജനത്തോട് പറയുന്നത്. അന്നത്തെ കാലത്ത് ഇസ്രായേലിനോട് ഈ കാര്യം പറഞ്ഞുവെങ്കിൽ തന്നെയും ഇത് ഒരു നിത്യമായ നിയമമാണ്. ഇന്ന് നമ്മളോടുള്ളതായ ലെസനാണിത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ഭയമില്ലാതെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ വേണ്ടി നമ്മൾക്ക് ഈ താഴ്മ ആവശ്യമാണ്, അനുസരണം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും 7:2, 3, 4 എന്നീ വാക്യങ്ങൾ ഒടുവിലത്തെ അധ്യായമാണല്ലോ, അതുകൂടെ നമ്മൾക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഈ ന്യായമില്ലാത്തതായ ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ ഇൻജസ്റ്റിസ് നിറഞ്ഞതായ ഈ തലമുറയെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല, അവരൊക്കെയും രക്തത്തിനായിട്ട് പതിയിരിക്കുന്നു, ഓരോരുത്തൻ താൻ്റെ സഹോദരനെ വലവെച്ച് പിടിപ്പാൻ നോക്കുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ആ തലമുറയിൽ ഉണ്ടായിരുന്നതായ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങളാണ് മീഖ പ്രവാചകൻ അന്ന് ജനങ്ങളോട് പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തും ഇതുപോലെ അനേക ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതായ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിച്ച് നടക്കുമ്പോൾ, ഈ കൂട്ടത്തിലാകാതെ ഇരിപ്പാൻ നമ്മൾ ഈ വചനം വളരെ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ ദൈവത്തെ കാത്തിരുന്നുകൊണ്ട് ജീവിപ്പാനായിട്ട്, താഴ്മയോടെ ജീവിപ്പാൻ നമ്മൾക്ക് ഇടയായിത്തീരുകയാണ് എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എഴുതുന്നത്, ഓരോരുത്തൻ താൻ്റെ സഹോദരനെ വലവെച്ച് പിടിപ്പാൻ നോക്കുന്നു, ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു, മഹാൻ തൻ്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. അവരിൽ ഉത്തമൻ മുൾപടർപ്പ് പോലെ, നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. അന്നത്തെ തലമുറയെക്കുറിച്ചുള്ള ഒരു പിക്ചർ ഈ പ്രവാചകനിൽ കൂടെ ദൈവം തരികയാണ്. അന്നത്തെ ഒരുമാതിരി കൊള്ളാവുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്തവൻ എന്ന് ഈ അന്നത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുമ്പോൾ, അവരിൽ 4-ാമത്തെ വാക്യം, അവരിൽ ഉത്തമൻ മുൾപടർപ്പ് പോലെ. മുൾപടർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാനായിട്ട് സാധിക്കും, അടുത്തെങ്ങും ചെല്ലാനായിട്ട് പറ്റത്തില്ല. അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ദേഹത്തൊക്കെ മുറിവേൽപ്പിക്കുന്നതാണ് മുൾപടർപ്പ്. അപ്പോൾ അതിനകത്തെ ഉത്തമൻ എന്ന് പറയുന്നത് മുൾപടർപ്പ് പോലെ. അപ്പോൾ ഉത്തന്മാരല്ലാത്തതായ ആൾക്കാർ എത്രമാത്രം ക്രൂരന്മാരായിരിക്കും എന്ന് നമ്മൾക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ചുറ്റുപാടുകളെ നോക്കുമ്പോൾ ഓരോ രീതിയിലുള്ളതായ സോഷ്യൽ ഇൻജസ്റ്റിസ്
ഉള്ളതായ ചുറ്റുപാടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദോഷം പ്രവർത്തിക്കുന്നതായ ആൾക്കാരെ, സഹോദരന്മാരെയും സഹോദരിമാരെയും അയൽവക്കക്കാരെയും ലീഡേഴ്സിനെയും റിലീജിയസ് ലീഡേഴ്സിനെയും അതുപോലെ തന്നെ ജഡ്ജസിനെയും ഒക്കെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മധ്യത്തിൽ നമ്മളുടെ മനം മടുത്തു പോകരുത് എന്നാണ് ഇവിടെ ഈ വചനത്തിൽ നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു ദുഷിച്ച ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. ഈ പ്രവാചകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. എന്നാൽ അവൻ്റെ വാക്ക് ഒന്നും ഈ ജനങ്ങൾ കേൾക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജനങ്ങൾ ഈ വാക്ക് ഒന്നും കേട്ടില്ല എങ്കിൽ തന്നെയും പ്രവാചകന് ഒരു ലക്ഷ്യമുണ്ട്, പ്രവാചകന് ഒരു ഉറപ്പുണ്ട്, പ്രവാചകന് ഒരു വിശ്വാസമുണ്ട്, ആത്മധൈര്യമുണ്ട്. അതാണ് അവൻ പറയുന്നത് 7-ാമത്തെ വാക്യത്തിൽ, ഞാനോ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, ജീവിതത്തിൽ മറ്റുള്ളവർ തന്നെ ഉപദ്രവിച്ചേക്കാം, ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നേക്കാം, മറ്റുള്ളവർ നിൻ്റെ സ്വത്തുക്കൾ അപഹരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ജീവിതത്തിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഈ മീഖാ പ്രവാചകൻ പറയുന്നത് പോലെ പറയുക, ഞാനോ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയാൽ നീ ലജ്ജിച്ചു പോകും. എന്നാൽ യഹോവയെങ്കിലേക്ക് നോക്കുക. സകലത്തെയും ഉണ്ടാക്കിയവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും അവന് ബോധിച്ചതുപോലെ കൊടുക്കുന്നവൻ, അവൻ നമ്മളുടെ നാഥനായിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുക. സങ്കീർത്തനത്തെ പറയുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തകാരോട് ചേർന്ന് നമ്മളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സകലത്തെയും ഉണ്ടാക്കിയ യഹോവയെങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തുക. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും. ഈ പ്രവാചകൻ ചില സമയങ്ങളൊക്കെ കാത്തിരുന്ന്, നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ ഉടനടി കേൾക്കത്തില്ല. കാത്തിരിപ്പെന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, കാത്തിരിപ്പെന്ന് പറയുന്നത് ഒരു കൃപയാണ്. കാത്തിരുന്ന അനേകരുണ്ട്. അബ്രഹാം ഒരു മകന് വേണ്ടി വളരെ കാത്തിരുന്നതായിട്ട് നമ്മൾക്ക് കാണാം. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കൾ എലിസബത്ത് വളരെ കാത്തിരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ച് തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ വാക്യം ഇന്ന് നിനക്ക് വേണ്ടിയുള്ളതായ മെസ്സേജാണെന്ന് ഓർക്കുക. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ച് തരും എന്നുള്ളത് വിശ്വസിക്കുക. മനുഷ്യൻ ഒരുപക്ഷെ നമ്മളുടെ വ്യവഹാരം നടത്തി ന്യായം പാലിച്ച് തരാതെ ഇരുന്നേക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം, കരഞ്ഞേക്കാം. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഇതാണ്. ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് നാം ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മളുടെ ഏത് പ്രശ്നത്തെയും ഭയം കൂടാതെ നമ്മൾക്ക് ധൈര്യത്തോടെ നേരിടുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയാണ്. യഹോവ എൻ്റെ വ്യവഹാരം. നിനക്കൊരു വ്യവഹാരമുണ്ടോ? നിനക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലയോ? നിനക്ക് വേണ്ടി ആരുമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ അവിടെയും നമ്മൾ ഓർത്തിരിക്കേണ്ട, യഹോവ എൻ്റെ വ്യവഹാരം നടത്തും എന്ന് പറഞ്ഞാൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവന് എല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ജീവിതത്തിൽ മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ ഇട്ടിട്ട് പോയി, കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇട്ടിട്ട് പോയി, പ്രോപ്പർട്ടികൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അവിടെ പറയുന്നത്, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യവഹാരം നടക്കുകയാണ്. എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ
സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇയ്യോബ് പറയുന്നത്. അതേ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരും. അത് യഹോവയുടെ വിശ്വസ്തയാണ്. ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും. നമ്മളുടെ ഒരു ഹോപ്പാണ്, പ്രത്യാശയാണ്. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് നടത്തും. ഇപ്പോൾ എനിക്ക് ഇരുട്ടുപോലെ തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എൻ്റെ മനസ്സൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്നത്, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് നടത്തും, വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും. ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിട്ട് ഇതുപോലെ വിശ്വസിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി എൻ്റെ വ്യവഹാരം നടത്തി, ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്ന് ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുന്ന ഒരു ദിവസം ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതായ കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഇവിടെ 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നമ്മളുടെ ഇന്നത്തെ ലെസൺ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിൻ്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിൻ്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മീഖ പ്രവചനം കേവലം 7 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും അന്നത്തെ കാലത്ത് ഇസ്രായേൽ മക്കളോട് അവരുടെ സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞു, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം സംഭവിച്ചു. ഇന്നത്തെ കാലത്തും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ അനേക വാക്യങ്ങൾ, ആ വാക്യങ്ങളെല്ലാം തന്നെ ജീവിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ വചനമാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനമാണ്, നമ്മൾക്ക് ശക്തി തരുന്നതായ പ്രോമിസിനെ ഒന്നുകൂടെ പുതുക്കുവാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തുന്നതായ ദൈവത്തിൻ്റെ വചനമാണ് എന്നോർക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളിതിനെ ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുകയും ചെയ്യാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അടുത്ത നമ്മൾക്ക് നഹൂം പ്രവാചകൻ്റെ പുസ്തകമാണ് അടുത്ത ആഴ്ച നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.